A man can take a horse to the water, but one like man can't make the drink. A man can. ഒരു മനുഷ്യന് കഴിയും. Take a horse. കൊണ്ടുപോകാൻ. Take a horse to the water. വെള്ളത്തിനടുത്തേക്ക് കൊണ്ടുപോകാൻ. But പക്ഷേ എന്നാൽ one like men can't. 1,00,000 ആളുകൾക്കും കഴിയില്ല. എന്തിനാ? മേക്ക് ദി ഡ്രിങ്ക്. അതിനെ കുടിപ്പിക്കാൻ. കുതിരയ്ക്ക് വെള്ളം കുടിക്കണേ കുതിരയ്ക്ക് തോന്നണ്ടേ വെള്ളം കുടിക്കാൻ. നമുക്ക് തോന്നിയിട്ട് അതിന് വെള്ളം കുടിച്ചാൽ ശരിയാവുമോ അല്ലേ? അപ്പം അതുപോലെ പറയുന്ന ഓരോ കാര്യങ്ങളും പഠിക്കണമെന്ന ആഗ്രഹത്തോടെ വീഡിയോ കാണുക. ഓക്കെ, നിങ്ങൾക്കൊക്കെ ഇത് ഉപകാരമാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചെറിയൊരു ജലദോഷം പനിയാക്കിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകിയത്. നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നമ്മൾ കഴിച്ചു എന്ന വാക്കാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നോക്കാം. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറയണം. കഴിക്കുക എന്ന് പറഞ്ഞാൽ ഹാവ് ആണ്. ഇപ്പോൾ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഹാഡ് ആണ്. അപ്പോൾ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. 8 മണിക്കാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് എന്ന് പറയണമെങ്കിൽ എന്താ പറയുക? ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 o'clock. സമയത്തിന് മുന്നിൽ എപ്പോഴും അറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക. മനസ്സിലാവുണ്ടോ? അദ്ദേഹത്തിൻ്റെ ലഞ്ച് കഴിച്ചു. ഹി ഹാഡ് ഹിസ് ലഞ്ച്. അവർ അവരുടെ ഡിന്നർ കഴിച്ചു. ഷീ ഹാഡ് ഹെർ ഡിന്നർ. നെഗറ്റീവായിട്ട് പറയുമ്പോൾ കഴിച്ചില്ല എന്ന് പറയണം. അപ്പോൾ ഡിഡ് എന്ന വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഹാഡ് എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഐ ഡിഡിൻറ്റ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദ്യമായിട്ട് ചോദിക്കേണ്ടി വരില്ലേ? അപ്പോൾ ഡിഡ് എന്ന വാക്കിൻ്റെ ആദ്യം പറഞ്ഞ സംഗതി റെഡി. ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? കഴിച്ചില്ലേ എന്ന് നെഗറ്റീവായിട്ട് ചോദിക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഡിഡിൻറ്റ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിച്ചത്? ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിച്ചത്? വാട്ട് ഡിഡ് യു ഹാവ് ഫോർ യുവർ ബ്രേക്ക്ഫാസ്റ്റ്? എപ്പോഴാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? വെൻ പറഞ്ഞാൽ എപ്പോൾ അല്ലേ? അപ്പോൾ വെൻ ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? എവിടെയാണ് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്? എവിടെ എന്ന് പറഞ്ഞാൽ വേർ എന്ന വാക്കാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ വേർ ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? നിങ്ങൾ ഏത് ഫുഡാണ് കഴിച്ചത്? വിച്ച് ഫുഡ് ഡിഡ് യു ഹാവ്? നിങ്ങൾ ചപ്പാത്തിയാണോ കഴിച്ചത്, പൊറോട്ടയാണോ കഴിച്ചത് അല്ലേ? അപ്പോൾ ഏത് ഫുഡാണ് നമ്മൾ ചോദിക്കണം. അപ്പോൾ വിച്ച് ഫുഡ് ഡിഡ് യു ഹാവ്? എന്തുകൊണ്ട് നിങ്ങൾ കഴിച്ചില്ല? സമയം ഇത്ര നേരം ആയില്ലേ, നിങ്ങൾ എന്താ കഴിച്ചില്ല എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരില്ലേ? വൈ പറഞ്ഞാൽ എന്തുകൊണ്ട്. അപ്പോൾ വൈ ഡിഡൻറ്റ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൈൻഡ്ലി റിക്വസ്റ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു ആൾ.